Dear students, welcome to Learner's World. In this video, I am going to talk about a poem analysis, Do Not Go Gentle Into That Good Night by Dylan Thomas, Appreciating Poetry, 2nd semester, Calicut University. Dylan Thomas is the most famous of the Welsh poets. He lived only 39 years. ഡിലൻ തോമസ് വെൽഷ് പോയറ്റ്സിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റാണ്. അദ്ദേഹം 39 ഇയേഴ്സ് മാത്രമേ ജീവിച്ചിരുന്നിട്ടുള്ളൂ. Do not go gentle into that good night. It's a response to crisis that Dylan Thomas experienced in his life. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു പോം ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോം ഡിലൻ തോമസിൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു പോമാണ്. അദ്ദേഹത്തിന് പെട്ടെന്നൊരു ക്രൈസിസ് നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിനുള്ളൊരു റെസ്പോൺസായിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. He was shocked to know that his father had cancer. He wanted to read this poem to his father, but his father died before he could complete it. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ആ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് തൻ്റെ ഫാദറിന് ക്യാൻസറാണെന്ന് മനസ്സിലാക്കി. ആ സമയത്ത് അദ്ദേഹം വളരെയധികം ഷോക്ക്ഡായി. അങ്ങനെ അദ്ദേഹം ഈ ഒരു പോം എഴുതിയ സമയത്ത് ഇത് ഫാദറിനെ വായിച്ച് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പോം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫാദർ മരണപ്പെട്ടു. The poem is about how to bear the problems of life and death. That is a reality which all people have to face. It encourages the dying, the sick and the elderly to fight bravely against death. അപ്പോൾ ഈ ഒരു പോയം മരണത്തെയും ജീവിതത്തെയും ഒക്കെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതുപോലെ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും മരണം ഒരിക്കൽ ഫേസ് ചെയ്യേണ്ട ഒരു റിയാലിറ്റിയാണ്, ഒരു സത്യമാണ്. അതുപോലെ ഈ മരണക്കിടക്കയിൽ കഴിയുന്ന ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകൾ, അതുപോലെ ഓൾഡ് ഏജിലുള്ള ആളുകൾ, ഇവരെല്ലാവരും മരണത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം, ചെറുത്ത് നിൽക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട് ഈ ഒരു കവിതയിലൂടെ. ഓക്കെ, ദ പോം ഈസ് റിട്ടൺ ഇൻ വില്ലനിൽ. ഇറ്റ് ഇസ് എ പാസ്റ്ററൽ ലിറിക് പോം. അപ്പോൾ ഈ ഒരു പോം വില്ലനിൽ എന്ന ഫോമിലാണ് എഴുതിയിട്ടുള്ളത്. വാട്ട് ഈസ് വില്ലനിൽ? ഇറ്റ്സ് എ പാസ്റ്ററൽ ലിറിക് പോം. വില്ലനിൽ എന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററൽ ലിറിക് പോമാണ്. It is a 90-line poetic form. There are two refrains in this poem. First one is, do not go gentle into that good night, and rage, rage against the dying of the light. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് റഫ്രൈൻ കാണാൻ കഴിയും. What is refrain? Refrain means repetition of എ ലൈൻ ഇൻ എ പോം. ഇതിൽ രണ്ട് ലൈൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് ആൻഡ് റേജ് റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ പോം. ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഈ ഒരു ലൈൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോയിറ്റ് പറയാണ്, ഗുഡ് നൈറ്റ് ഇതിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെത്തിനെയാണ്, മരണത്തെയാണ് നൈറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മരണത്തെ ഒരിക്കലും നമ്മൾ ജെൻറ്റിൽ മീൻസ് കാമിലി, ശാന്തമായിട്ട് നമ്മളൊരിക്കലും വെൽക്കം ചെയ്യരുത്, സ്വാഗതം ചെയ്യരുത് എന്നാണ് പറയുന്നത്. പകരം മരണത്തെ നമ്മളെപ്പോഴും ചെറുത്ത് നിൽക്കണം, അതിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യണം എന്നാണ് കവി പറയുന്നത്. Old age should burn and rave at close of day. Rage, rage against the dying of the light. അതായത് ഈ ഓൾഡ് ഏജിലുള്ള ആൾക്കാർ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, അവരുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്, അവർ മരണത്തിനടുത്താണ്. പക്ഷേ ഒരിക്കലും മരണത്തെ ശാന്തമായിട്ട് വെൽക്കം ചെയ്യരുത്. എപ്പോഴും നമ്മൾ മരണത്തെ, ഓൾഡ് ഏജിലുള്ള ആളാണെങ്കിലും സിക്കായിട്ടുള്ള ആളുകളാണെങ്കിലും ഒക്കെ മരണത്തെ എപ്പോഴും ഫൈറ്റ് ചെയ്ത് ചെറുത്ത് നിൽക്കണമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇത് എഴുതാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് ക്യാൻസർ പിടിപെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഫാദറിനൊരു ഇൻസ്പിറേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് എഴുതിയത്. പക്ഷേ ഫാദറിനിത് വായിക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ ഇങ്ങനെ മരണപ്പെട്ടു. The wise men at their end know dark is right, because their words had folk no lightning. They do not go gentle into that good night. പിന്നീട് അദ്ദേഹം പറയുന്നത് വൈസ് മെൻ, അതായത് ബുദ്ധിയുള്ള ആളുകൾ, സ്മാർട്ടായിട്ടുള്ള ആളുകൾ
അവർക്കറിയാം മരണം എന്ന് പറയുന്നത്, ഡെത്ത് എന്ന് പറയുന്നത് ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ അവസാനം മരണം അനിവാര്യമാണെന്ന് അവർക്കറിയാം. അവർ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന വാക്കുകളൊന്നും അവർ പറയുന്നില്ല. അങ്ങനെയൊക്കെയാണെങ്കിലും ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. അങ്ങനെയൊക്കെയാണെങ്കിലും മരണത്തെ ഒരിക്കലും ശാന്തമായിട്ട് കാമലി പീസ്ഫുള്ളി വെൽക്കം ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. Then good men, the last to wave by crying how bright their frail deeds might have danced in a green bay, rage against the dying of the light. പിന്നെ പറയുന്നത് ഗുഡ് പീപ്പിളിനെ കുറിച്ചിട്ടാണ്, നല്ല മനുഷ്യരെ കുറിച്ചിട്ട്. അവർ അവരുടെ ജീവിതത്തിൻ്റെ അവസാന തിരയാണ് കാണുന്നത്. ദ ലാസ്റ്റ് വേവ് ബൈ, അവരവരുടെ ജീവിതത്തിൻ്റെ അവസാന തിരയാണ് കാണുന്നത്. അവർക്ക് ഇതുവരെ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട്. അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിക്കലും മരണത്തെ പീസ്ഫുള്ളി വെൽക്കം ചെയ്യരുത്. റൈജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു മരണത്തെ ചെറുത്ത് നിൽക്കണം, അഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, വൈൽഡ് മെൻ ഹു കോഡ് ആൻഡ് സാങ് ദ സൺ ഇൻ ഫ്ലൈറ്റ് ആൻഡ് ലേൺ ടു ലേറ്റ് ദേ ഗ്രേവ്ഡ് ഇറ്റ് ഓൺ ഇറ്റ്സ് വേ ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. പിന്നീട് വൈൽഡ് മെനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ ലൈഫ് നന്നായിട്ട് ആസ്വദിക്കുന്നവരാണ്. അതുപോലെ അവർ ഒരു ആകാശ സഞ്ചാരത്തിന് പോയിട്ടുള്ള ആളുകളാണ്. അവർ പെട്ടെന്നാണ് അവർക്ക് മനസ്സിലാകുന്നത് അവരുടെ ആ ഒരു സഞ്ചാരത്തിൽ സൂര്യനെയും കടന്നു പോയിട്ടുണ്ട്. സാങ് ദ സൺ ഇൻ ഫ്ലൈറ്റ് ആൻഡ് ലേൺ ടു ലേറ്റ് ദേ ഗ്രേവ്ഡ് ഇറ്റ് ഓൺ ഇറ്റ്സ് വേ. പക്ഷേ ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. പക്ഷേ മരണത്തെ ഒരിക്കലും പീസ്ഫുള്ളി വെൽക്കം ചെയ്യരുത്, അതിന് ചെറുത്ത് നിൽക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഗ്രേവ് മെൻ നിയർ ഡെത്ത് ഹൂ സീ വിത്ത് ബ്ലൈൻഡിങ് സൈറ്റ് ബ്ലൈൻഡ് ഐസ് കുഡ് ബ്ലേസ് ലൈക്ക് മെറ്റിയോസ് ആൻഡ് ബി ഗേ റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്. ദെൻ ഗ്രേവ് മെനെ കുറിച്ചിട്ടാണ് പിന്നീട് പറയുന്നത്. അതായത് ചിന്തിക്കുന്നവർ മനസ്സിലാക്കും, കാഴ്ചയില്ലാത്തവർക്ക് പോലും ചിലപ്പോൾ പ്രകാശവും സന്തോഷമൊക്കെ കൈവരുമെന്ന്. അതുകൊണ്ട് അവരൊക്കെ എന്താണ്, മരണത്തെ ചെറുത്ത് നിൽക്കണം, മരണത്തിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൻഡ് യു മൈ ഫാദർ ദ ഓൺ ദ സാഡ് ഹൈറ്റ് കേഴ്സ് ബ്ലസ് മീ നൗ വിത്ത് യുവർ ഫിയേഴ്സ് ടിയേഴ്സ് ഐ പ്രേ ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് റേജ് അഗെയിൻസ്റ്റ് ദ ഡൈയിങ് ഓഫ് ദ ലൈറ്റ്. ആൻഡ് യു, അതുകൊണ്ട് മൈ ഫാദർ, എൻ്റെ പിതാവേ, താങ്കൾ മരണത്തിന് വളരെ അടുത്താണ്. അതായത് മരണത്തിൻ്റെ ആ ഒരു കൊടുമുടിയിൽ നിൽക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ താങ്കളുടെ നല്ല കേഴ്സ് ബ്ലസ് ഇതൊക്കെ, അതായത് നല്ല വികാരങ്ങൾ ഒക്കെ എനിക്ക് സമ്മാനമായിട്ടും ഒരു ഭാരമായിട്ടൊക്കെ തരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡു നോട്ട് ഗോ ജെന്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്. ഒരിക്കലും ആ ഒരു ഇരുളെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മരണത്തിലേക്ക് ഒരിക്കലും പോകരുതേ. അതുപോലെ മരണത്തെ ചെറുത്ത് നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു.